ഹായ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാവുന്ന ഒരു ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ, നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. താരതമ്യം ചെയ്യാതിരിക്കുക എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഗുണമാണ്. അതുപോലെ തന്നെ വളരെ നമുക്ക് ജീവിതത്തിൽ വളരെ അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യങ്ങളാണ്. ഡോൺ കമ്പയർ. നമ്മുടെ ജീവിതം എന്ത് തന്നെ അവസ്ഥയിലായാലും ശരി, മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ആ കമ്പാരിസൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ജീവിതത്തെ ജഡ്ജ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ വാല്യൂ ചെയ്യാനൊന്നും പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരോട് ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ ലൈഫിനെ കണ്ട് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാതിരിക്കുക. ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അനുകരിക്കുക എന്നുള്ളൊരു അർത്ഥത്തിലാണ്. അപ്പം കമ്പാരിസണും ഇമിറ്റേഷൻ രണ്ടും ഡേഞ്ചറസ് ആണ്, ഈക്വലി ഡേഞ്ചറസ് ആണ്. ഡേഞ്ചറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡിസൈർഡ് റിസൾട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളൊരു ഫലമൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാക്കി തരുവാൻ അനുയോജ്യമാണ് എന്ന് തോന്നുന്നില്ലത്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുകയും ചെയ്ത് ഏത് കാര്യത്തിലായാലും ശരി, ഏത് തലത്തിൽ നിന്നുണ്ടായാലും ശരി, ഏത് കാര്യത്തിലായാലും ശരി, ഈ രണ്ട് കാര്യങ്ങൾ വളരെ കൗണ്ടർ പ്രൊഡക്റ്റീവ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ അതത്ര ഒരു സജസ്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അഡ്വൈസബിളായിട്ടുള്ളൊരു രണ്ട് സ്കീമല്ല. അപ്പം തീർച്ചയായിട്ടും നമ്മൾ അതിന് ശ്രമിക്കാതിരിക്കുക. ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ അത് ഒരു പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് ലീഡ് ചെയ്യും എന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് പല ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം കണക്കിലെടുക്കുമ്പോൾ അതിനെ മനസ്സിലാക്കി അതിനകത്തിലെ അപ്സ് ആൻഡ് ഡൗൺസ് അല്ലെങ്കിൽ പോസിറ്റീവ്സ്, നെഗറ്റീവ്സ് അല്ലെങ്കിൽ പ്രോസ് ആൻഡ് കോൺസ്, അനുകൂലവും പ്രതികൂലമായിട്ടുള്ള നമുക്ക് ഉള്ള അവസ്ഥകളെ നമ്മൾ മനസ്സിലാക്കി നമുക്ക് വ്യക്തിപരമായി അതിനെ മാറ്റിയെടുക്കാൻ കഴിയുന്ന തലത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളതാണത്. അതുപോലെ തന്നെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുടുംബം ഇന്ന രീതിയിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളും അങ്ങനെ ജീവിക്കണം എന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പരാജയം സംഭവിക്കുന്നൊരു കാഴ്ച നമുക്ക് വ്യക്തിയുടെ ജീവിതത്തിലും കുടുംബപരമായിട്ടുള്ള പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്കങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വയസ്സ് എന്ന് പറഞ്ഞാൽ യുക്തിഭദ്രമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ രണ്ട് കാര്യങ്ങളും ഗുണകരമാകുമെന്ന് തോന്നത്തക്കൊരവസ്ഥ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും പറ്റില്ലെങ്കിൽ തന്നെയും ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പാടെ അവഗണിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പാടെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇമിറ്റേറ്റിംഗ് അതേഴ്സ് ആൻഡ് കമ്പയറിങ് അവർസെൽസ് അവർ ലൈഫ് വിത്ത് അതേഴ്സ് എന്നുള്ള നമ്മുടെ സ്റ്റാൻഡ് അല്ലെങ്കിൽ നിലപാട് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമുക്കങ്ങനെ ഒരു ഫിലോസഫി ഉണ്ടെങ്കിൽ അത് വളരെ ബലഹീനമായിട്ടുള്ള ഒന്നാണ്. അത് നമ്മുടെ മനസ്സിൻ്റെ സ്ട്രെങ്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ ശരിക്കുള്ളൊരു കറേജിൻ്റെ അടിസ്ഥാനത്തിലൊന്നും സംഭവിക്കുന്നൊരു പ്രതിഭാസമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെ നിശ്ചയമായും നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ വ്യക്തിപരമായി നോക്കിക്കാണുക. വ്യക്തിപരമായി നോക്കിയിട്ട് അതിൻ്റെ നേരത്തെ പറഞ്ഞ പോസിറ്റീവ്, നെഗറ്റീവ്, ഇപ്പം നമ്മളുടെ ഭൗതികമായിട്ടുള്ള സാഹചര്യമായാലും ഭൗതികമല്ലാത്ത നമ്മളുടെ സാഹചര്യങ്ങൾ ഉണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ മാനസികമായിട്ടുള്ള, ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള തലങ്ങളുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. മാനസികം എന്ന് തന്നെ പറഞ്ഞാൽ മതി. അതെന്നുവെച്ചാൽ നമ്മളുടെ ചിന്തയും സങ്കല്പങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ആ ഒരു ലോകത്തിൻ്റെ കാര്യമാണ്. ഭൗതികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷമായി കാണാവുന്ന വിസിബിൾ വേൾഡാണ്, ടാഞ്ചിബിൾ വേൾഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഭൗതിക തലത്തിലുള്ള മാറ്റങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. കാരണം മോശവും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നും നല്ലൊരു അവസ്ഥയിലേക്ക് പോകുക എന്നുള്ളത് അല്ലെങ്കിൽ മാറുക എന്നുള്ളത് എല്ലാവരുടെയും
ആഗ്രഹവും അല്ലെങ്കിൽ എല്ലാവരുടെയും ആവശ്യമാണ്, അവകാശമാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും യാത്ര ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അത് മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതമായി നമ്മളെ കമ്പയർ ചെയ്തുകൊണ്ടോ ആകരുത്. ഉദാഹരണത്തിന് അത് ഒത്തിരി തലത്തിൽ സംഭവിക്കാമല്ലോ. പണത്തിൻ്റെ കാര്യത്തിലായാലും, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയുടെ കാര്യത്തിലായാലും, നമ്മുടെ അറിവിൻ്റെ കാര്യത്തിലായാലും, നമ്മുടെ തിരിച്ചറിവിൻ്റെ കാര്യത്തിലായാലും, ഏത് കാര്യത്തിലായാലും ശരി, നമുക്ക് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തിട്ട് അതൊരു അൺഹെൽത്തി കോമ്പറ്റീഷനിലേക്ക് നമ്മളെ തന്നെ നയിക്കുന്നതിന് തുല്യമാണ്. അൺഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാരോഗ്യകരമായിട്ടുള്ളൊരു മത്സരബുദ്ധി. നമുക്ക് മത്സരിക്കേണ്ടത് മറ്റുള്ളവരോടല്ല, നമുക്ക് മത്സരിക്കേണ്ടത് നമ്മളോട് തന്നെയാണ്. നമ്മളുടെ മോശം എന്ന് പറയുന്ന അവസ്ഥയെ, അതേത് അവസ്ഥയായാലും ശാരീരികവും മാനസികവും ഭൗതികവും ഒക്കെ ആയാൽ തന്നെയും അതിൽ നിന്ന് മെച്ചപ്പെട്ടൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളോട് തന്നെയാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെ മോശം അന്തരീക്ഷത്തെ, അവസ്ഥയെ മാറ്റിയെടുക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവസ്ഥകളെ മറന്നുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് അവർക്ക് അങ്ങനെയുള്ള സാഹചര്യമുണ്ട്, അവസ്ഥയുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് എന്താ പറയുന്നത്, ഒരു വിഷാദ രോഗം പിടിപെടാം, അല്ലെങ്കിൽ നമുക്ക് മെൻ്റൽ ഡിപ്രഷൻ, അല്ലെങ്കിൽ ജലസ്, അസൂയ, കുശുമ്പ ഇതുപോലുള്ള അവസ്ഥകളിലേക്ക് നമുക്ക് പോകാമെന്നല്ലാതെ നമ്മളുടെ അവസ്ഥയെ ശരിക്കും ഒരു പോസിറ്റീവ് തലത്തിൽ നിന്നുകൊണ്ട്, ഹെൽത്തി ആയിട്ടുള്ളൊരു ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നമുക്കതിനെ കറക്റ്റ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ സാധിക്കത്തില്ല എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പ്രായോഗികമായ ഒരു ജീവിത അവസ്ഥകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. Therefore, these two elements or concepts are to be avoided. Don't imitate others, don't compare ourselves, our life with others on any plane of our life. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ മറ്റുള്ളവരെ കൂടുതൽ അധികമായി ആശ്രയിച്ച് കഴിയുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ചോദിക്കും, നമുക്ക് മനുഷ്യന് തമ്മിൽ പരസ്പര ബന്ധങ്ങൾ വേണ്ടേ, അല്ലെങ്കിൽ ആശ്രയം ജീവിക്കേണ്ടേ? ആശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാശ്രയത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അമിതമായി ആശ്രയിക്കുക, എന്തിനും ഏതിനും ആശ്രയിക്കുക എന്നുള്ളൊരു അവസ്ഥാവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ശരിക്കും വേണ്ടത് ഞാൻ മുമ്പേ പറഞ്ഞ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫിന് നമുക്ക് വേണ്ടത് ഒരു ഹെൽത്തി ആയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റമാണ്. അത് നമുക്ക് വേണ്ടതാണല്ലോ. അതൊരു മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുക അല്ലെങ്കിൽ പരാശ്രയം നടത്തുന്നതിൽ കൂടെ നമുക്ക് കിട്ടുന്ന ജീവിതത്തിൻ്റെ ക്വാളിറ്റി വളരെ തുച്ഛമായിരിക്കും, കുറവായിരിക്കും, ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതിനകത്ത് നമുക്കൊരു ഹെൽത്തി ലിവിങ് സ്റ്റൈലെന്നോ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലെന്നോ നമുക്ക് പറയാൻ പറ്റുന്ന അവസ്ഥയിലും ആയിരിക്കത്തില്ല അത്തരം ആൾക്കാരുടെ ജീവിത രീതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് ലോങ് ടൈമിൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ പ്രയോജനങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. അത് നമ്മളെ കൂടുതൽ ഫീബിളാക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടുതൽ ബലഹീനതയാക്കും. നമ്മളുടെ സൈക്കോളജിക്കൽ പാരാലിസിസ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ജഡ്ജ്മെൻറ്റിനെ, നമ്മുടെ ക്ലാരിറ്റി ഓഫ് വ്യൂസ്, കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടിനെ, നമുക്ക് കാര്യങ്ങളെ കൃത്യമായി ജഡ്ജ് ചെയ്യാനുള്ള കഴിവിനെ, അല്ലെങ്കിൽ ശരിതെറ്റുകളെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള ആ ഒരു മെൻ്റൽ കപ്പാസിറ്റി, അതുപോലെ തന്നെ നമുക്ക് ഈ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാനുള്ള ഒരു കഴിവിൻ്റെ അഭാവം, ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയും. നമ്മൾ മറ്റുള്ളവരെ ഞാൻ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത നമ്മുടെ ക്ലോസ് പ്രോക്സിമിറ്റിയിലുള്ള നമ്മുടെ ഫാമിലിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഫാമിലിക്ക് വെളിയിലുള്ള, when we step out of that family, immediate family. ഉദാഹരണത്തിന് കുട്ടികൾക്ക് അച്ഛനെ അമ്മയെ ആശ്രയിക്കണം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീടിനകത്തിലുള്ള ആൾക്കാർക്ക് പരസ്പരം ആശ്രയിക്കുകയും അല്ലെങ്കിൽ അതുപോലുള്ള കൊടുക്കൽ വാങ്ങലുകൾ വളരെ അത്യാവശ്യമാണ്. അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കത്തില്ല. ഞാൻ അതിൻ്റെ കാര്യമല്ല പറയുന്നത്. when we are outside of our family, when we are stepping into the society, അവിടെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക്, നമ്മുടെ വീടിൻ്റെ ഡോർ സ്റ്റെപ്പിന് വെളിയിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ പരമാവധി ആശ്രയിക്കുകയും ചൂഷണം ചെയ്ത് ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങളെ നമുക്ക്, അത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് എൻഡ്സ് അപ്പ് ഇൻ എക്സ്പ്ലോയിറ്റേഷൻ. മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ നമുക്ക് അവരെ ആശ്രയിക്കാനും പരാശ്രയിക്കാനും നമുക്ക് കഴിയില്ല. പരാശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുക എന്നുള്ളതിന് തത്തുല്യമായിട്ടുള്ളൊരു അവസ്ഥാവിശേഷമാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇൻറ്റൻഷനലി, അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതെയോ അങ്ങനെയുള്ളൊരു ജീവിത രീതി വെച്ച് പുലർത്തുക എന്നുള്ളത്
നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ കൂടെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ആത്മാഭിമാനത്തെ അല്ലെങ്കിൽ നമ്മളുടെ സെൽഫ് എസ്റ്റീമിനെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയം കൂടാണ്. അപ്പോൾ അത് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ പറഞ്ഞ അമിതാശ്രയം അല്ലെങ്കിൽ പരാശ്രയം എന്നുള്ളൊരു പിന്നെ അവസ്ഥയിലൊക്കെ നമുക്ക് പോകുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ജീവിത രീതി വളരെ വില കുറഞ്ഞ ഒരു പ്രകടനമാണ്. അത് നമ്മുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്നൊരു വിഷയമാണ്. ആത്മാഭിമാനം ത്യജിച്ച അല്ലെങ്കിൽ വിട്ടുകളഞ്ഞൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ അതുപോലുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇങ്ങനൊരു ജീവിത രീതി തുടരാനും അല്ലെങ്കിൽ അതുമായി മുമ്പോട്ട് പോകാനും സാധിക്കത്തുള്ളൂ. അപ്പം ഒരു ഹെൽത്തി മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ളൊരു ജീവിത രീതി, കാഴ്ചപ്പാട് അല്ലെങ്കിൽ സമീപനം ഒരിക്കലും വെച്ച് പുലർത്തുവാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു ക്ലെൻസിങ് പ്രോസസ്സാണ്. ക്ലെൻസിങ് പ്രോസസ്സ് നമ്മുടെ ലൈഫിനെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ഒട്ടനവധി മാലിന്യങ്ങൾ പിന്നെ നമ്മുടെ ജീവിതമായി ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മാലിന്യങ്ങളെ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്ന് അടിഞ്ഞു കൂടുന്നു എന്നുള്ളത് അത് നമുക്ക് നമ്മളുടെ ബോധത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെയൊക്കെ ശരിയായിട്ടുള്ള കുറവ് കൊണ്ടും അഭാവം കൊണ്ടും ഒക്കെയാണ്. ക്ലിയർ വ്യൂസ്, ക്ലിയർ കോൺഷ്യൻസ്, ഇതൊന്നും ഇല്ലാത്തതിൻ്റെ ക്ലാരിറ്റി ഓഫ് വ്യൂസ്, പിന്നെ സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്, ശരി തെറ്റുകളെ തിരിച്ചറിയാനും അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ, ഞാൻ ഈ പറഞ്ഞ വഴികളിൽ പോകുന്ന ആൾക്കാർ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ശരിയെന്ന് തോന്നുമെങ്കിൽ തന്നെയും അല്ലെങ്കിൽ തെറ്റുകളെ ന്യായീകരിച്ച് ശരിയാക്കുകയും ശരിയായ സമീപനം ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് പറഞ്ഞത്. അപ്പം കമ്പാരിസൺ വിത്ത് അതേഴ്സ്, ഇമിറ്റേറ്റിംഗ് അതേഴ്സ്, അതുപോലെ തന്നെ ഡിപ്പെൻഡിങ് ടു മച്ച് ഓൺ അതേഴ്സ്, ഇതുപോലുള്ള ഈ ജീവിത രീതികളെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈസ് somewhat equivalent to a cleansing program or a cleansing process. So these things can help us to have a better life based on self-esteem and self-respect, and that puts you on a healthy ground on all fronts. അപ്പോൾ ഇതാണ് this is all about I want to say in this morning session. Thank you for your time. Thank you for your patience. Thank you for listening. Have a nice day.